ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഡോക്ടേഴ്സ്, അതായത് കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർക്ക് നീതി തേടി സമരം ചെയ്യുന്ന ഡോക്ടേഴ്സ് ആ സമരം അവസാനിപ്പിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. സെപ്റ്റംബർ 21 മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കും എന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് ഈ പറയുന്നത് പോലെ അവിടെ ചികിത്സ തേടിയെത്തുന്നവർക്കൊക്കെ വലിയ ആശ്വാസമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഈ രീതിയിൽ ആ സമരം അവസാനിപ്പിക്കാൻ കാരണം? നേരത്തെ അവർ ആവശ്യങ്ങൾ പലതും ഉന്നയിച്ചിരുന്നു, അതൊക്കെ സർക്കാർ അംഗീകരിച്ചത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. ബൽറാമോട് ചോദിച്ചു നോക്കാം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, അങ്ങനെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചിരുന്നു. ഇതേ തുടർന്നാണോ ഇത്തരത്തിലൊരു തീരുമാനം? എഴുതി നൽകണം എന്നൊരു വാക്കാൽ മാത്രം പോരാ, അത് എഴുതി നൽകണ ഒരു ആവശ്യം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നല്ലോ. പ്രവിത, ഈ ഡോക്ടേഴ്സ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ സർക്കാർ തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചത് കൊണ്ടല്ല ഈ സമരം അവസാനിപ്പിക്കുന്നത് എന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത്. പകരം സംസ്ഥാനത്ത് നിലവിലുള്ള പ്രളയത്തെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം അത് മുൻനിർത്തിക്കൊണ്ട് തങ്ങളുടെ സേവനം സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കുന്നത് എന്നാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. തങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ചിലവ അംഗീകരിക്കപ്പെട്ടു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറെയും മാറ്റി, ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പിലെ ഉന്നതരായ 2 ഉദ്യോഗസ്ഥരെയും മാറ്റി. എന്നാൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയെ മാറ്റണമെന്നും ഡോക്ടേഴ്സിന് സുരക്ഷ ഒരുക്കുന്നതിനായി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം ഉറപ്പ് നൽകണമെന്നുമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. വാക്കാൽ മാത്രമാണ് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. താൽക്കാലികമായി ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ശനിയാഴ്ച മുതൽ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനാണ് ഡോക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സർക്കാർ എന്ത് നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും, തുടർ നടപടികൾ സംബന്ധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കും. ആവശ്യമെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തിരികെ എത്തും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അക്കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചില്ലെങ്കിൽ ആ ഘട്ടത്തിലേക്ക് സമരം വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിയന്തര സേവനങ്ങൾ ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കാനാണ് ഡോക്ടേഴ്സിന്റെ തീരുമാനം. അതെന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടേഴ്സ് വീണ്ടും സേവനത്തിനായി വരുന്നു. അവിടെ എത്തുന്ന ഒരുപാട് ആയിരക്കണക്കിന് രോഗികൾക്ക് അത് വലിയ ആശ്വാസ തീരുമാനമാണ്. പക്ഷെ എന്താണ് ഇനിയിപ്പോൾ ഈ ആവശ്യത്തിൽ അത് ഏത് രീതിയിലാണ് ഈ പ്രതിഷേധത്തിന് ഡോക്ടേഴ്സ് ഒരുങ്ങുന്നത്, ആ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.